ഹബീബിങ്ങളെ, ഇന്ന് റമദാൻ 10, ജന്നത്തുൽ മുഅല്ലയിലെ റൈഹാൻ പൂവ് ഖദീജ ബീവി ലോകത്തിനോട് വിട പറഞ്ഞു പോയ ദിവസം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട ദിവസം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിറകണ്ണുകളോട് പൊട്ടിക്കരഞ്ഞ ദിവസം. ഖദീജ ബീവി മുത്തുനബിയോട് ചോദിക്കുന്നുണ്ട്, എന്റെ ജീവിതത്തിന്റെ അകത്ത് വല്ല അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് മാപ്പാക്കണേ യാ റസൂലല്ലാഹ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയുടെ കവിളത്ത് മുത്തം കൊടുക്കുകയാണ്. 25 വർഷക്കാലത്തോളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് ഇന്നേ വരേക്ക് ഖദീജ ബീവി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊന്നും പറഞ്ഞിട്ടില്ല. ഖദീജ ബീവി റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചുകൊണ്ട് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നുണ്ട്, എനിക്ക് 3 ആഗ്രഹങ്ങളുണ്ട് മുത്തുനബിയെ. അള്ളാഹിന്റെ റസൂലിനോട് ഒന്നാമത്തേതായി കൊണ്ട് പറഞ്ഞ വസിയത്ത്, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് അങ്ങ് കുളിപ്പിക്കണേ യാ റസൂലല്ലാഹ്. രണ്ടാമതായി കൊണ്ട് പറയുന്നുണ്ട്, മുത്തുനബിയെ, എന്റെ മയ്യത്ത് അങ്ങായിരിക്കണം ഖബർസ്ഥാനിന്റെ അകത്തോട്ട് ഇറക്കി വെക്കേണ്ടത്. മൂന്നാമതായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ കഫംപുടവയോടുകൂടെ നമ്മൾ കിടന്നുറങ്ങിയ പുതപ്പുണ്ടല്ല യാ റസൂലല്ലാഹ്, അതൊന്ന് ചേർത്തി വെക്കണേ നബിയെ. എനിക്ക് കൊതി തീർന്നിട്ടില്ല. ഞാൻ ഖബർസ്ഥാനിന്റെ അകത്ത് കിടക്കുമ്പോഴും അങ്ങയുടെ സുഗന്ധം എന്റെ ഖബർസ്ഥാനിന്റെ അകത്ത് വേണമെന്ന് ആഗ്രഹിച്ച പ്രിയപ്പെട്ട മഹദി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ലോകത്തിനോട് വിട പറഞ്ഞു പോയ ദിവസം അത് റമദാൻ 10 അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടുകൂടെ നമ്മൾ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചേർത്തും നടക്കൂ ഖദീജ.